ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫ്ലോ ഫുഡ്സ്. ഇന്നത്തെ റെസിപ്പി പുളിയിഞ്ചിയാണ്. അപ്പം നമ്മളുടെ ഓണസദ്യയിലെ പ്രധാന ഒരു വിഭവമാണ് പുളിയിഞ്ചി. അപ്പോൾ അതെങ്ങനെയാണ് വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പുളിയിഞ്ചി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഇഞ്ചി ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഇഞ്ചി ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചീനച്ചട്ടിയിൽ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഈ മുറിച്ച് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇഞ്ചി ഫ്രൈ ആവുന്ന ഇടയിൽ നമ്മൾക്ക് ഒരു പുളി ഇതിൽ വെള്ളത്തിലിട്ട് വയ്ക്കണം. അപ്പോൾ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലെ പുളി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഇവിടെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി കുതിർത്ത് വെച്ച പുളി നന്നായി പിഴിഞ്ഞിട്ട് അരിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. 1/2 ഗ്ലാസോളം ഉണ്ട് പുളി. പിന്നെ ശർക്കര, ഒരു 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് മധുരം നോക്കി ചേർക്കാം. അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള അച്ചാണ് എടുത്തിട്ടുള്ളത്. 5 ശർക്കര 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണിത്. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കാം. നേരത്തെ ഇഞ്ചി ഫ്രൈ ചെയ്ത അതേ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് ഇട്ടുകൊടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ചളവിൽ ഉലുവപ്പൊടി, കായം പൊടിച്ചത്, വറുത്ത് പൊടിച്ചത് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ്, നേരത്തെ വറുത്ത് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തിളച്ച് തുടങ്ങുമ്പോൾ ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. ഇനി ഇതൊന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ പുളിയിഞ്ചി ഇതാ ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ ഫ്രൈ ചെയ്ത് വെച്ച ഇഞ്ചി നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ടും ചേർക്കാം കേട്ടോ. അരച്ച് ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മളുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.